ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 33 അംബരീഷ ചരിതം ശ്ലോകം 5. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതാത് ധൃതജഡോ വിതതാന കൃത്യാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. രാജ്ഞാ അഥ, ജ്ഞ എന്നുള്ളത് ജ ஞ എന്നാണ്. അഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത് പാരണമുഹൂർത്ത സമാപ്തി ഖേദാത് വാരാ ഏവ ചേർത്തിട്ട് അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ്വാരൈവ പാരണം അകാരി ചേർത്തിട്ട് പാരണമകാരി ഭവത് പരേണ ഭവത് പരേണ. ഇവിടെ ഖേദാത് എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രാപ്തോ മുനി തത് അഥ ചേർത്തിട്ട് മുനിസ്തദഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദിവ്യദൃശ നീട്ടിയിട്ട് വിജാനൻ ക്ഷിപ്യൻ ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്രുദ്ധാത് ഥ എന്നുള്ള അക്ഷരം ധനം എന്നൊക്കെ ഉള്ളതിൻ്റെ ഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. ധൃതജഡോ ഇവിടെ അതേപോലെ ധൃ നന്നായിട്ട് ഊന്നി പറയണം. വിതതാന കൃത്യാം നീട്ടിയിട്ട് മുർക്കം കൃത്യാം അങ്ങനെ നിർത്താം. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതാത് ധൃതജഡോ വിതതാന കൃത്യാം. അടുത്തത് 6ാമത്തെ ശ്ലോകം. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീമഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ചലഭയൻ മുനിമന്വധാവീത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. കൃത്യാം ച താം അസി ധരാം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭുവനം ഭൂ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ ചേർത്തിട്ട് ദഹന്തീം അഗ്രേഭിവീക്ഷ്യ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ്യ എന്നുള്ളതും. നൃപതിർ ന പദാത് ച കമ്പേ ചേർത്തിട്ട് നൃപതിർ ന പദാച്ച കമ്പേ ത്വത് ത്വ എന്നുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത് എന്നാവുള്ളത്. ത്വത് ഭക്തബാധം അഭിവീക്ഷ്യ ചേർത്തിട്ട് ത്വത് ഭക്തബാധമഭിവീക്ഷ്യ. ഇവിടെ ഭക്ത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാ ത എന്നാണ് വിട്ട് ഊന്നണ്ട. ബാധം എന്നുള്ളതിൻ്റെ ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. അഭിവീക്ഷ്യ എന്നുള്ളതിൻ്റെ ഭീന്നും ക്ഷ്യാന്നും നന്നായിട്ട് ഊന്നി പറയണം. സുദർശനം തേ കൃത്യാനലം ശലഭയത് ശലഭയൻ മുനിം അന്വധാവീത് ചേർത്തിട്ട് ശലഭയൻ മുനിമന്വധാവീത്. ഇവിടെ ധാവീത് എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ശലഭയത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. അന്വധാവീത് ന്വ ന്വ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ.
कृत्यां च तामसि धरां भुवनं दहन्तीमग्रेऽभिवीक्ष्य नृपतिर्न पदाच्च कम्बे त्वद्भक्तबाथमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वथावीत् ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.